ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ധ്യാനയോഗം എന്ന 6-ാം അധ്യായം ഭഗവത്ഗീതയിലേക്ക് എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. മെഡിറ്റേഷൻ, അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്ത ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ധ്യാനം പരിശീലിക്കേണ്ടത്, എന്തൊക്കെയാണ് അതിനുള്ള യോഗ്യതകളുണ്ട്. യോഗ്യതകളില്ലാതെ നമുക്കൊന്നിലും പ്രവേശിക്കാൻ സാധിക്കില്ലല്ലോ. സാമാന്യമായി ഏത് കാര്യങ്ങൾക്കും യോഗ്യതയുണ്ട്. ഇപ്പോൾ വാഹനം ഓടിക്കണമെങ്കിൽ അത് പഠിക്കണം. ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള യോഗ്യതകളുണ്ട്, അത് അഭ്യസിക്കുക എന്നുള്ളത്. ഇവിടെയും അതുപോലെ ധ്യാനത്തിന് മുന്നോടിയായി ഭഗവാൻ പറഞ്ഞു, മനസ്സിനെ എങ്ങനെയൊക്കെയാണ് നിയമനം ചെയ്യേണ്ടത്. തുടർന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത്, അധികം ഭക്ഷണം കഴിക്കാത്തവൻ, ഒരുപാട് ഭക്ഷണം കഴിക്കുക, അതുപോലെ ഭക്ഷണം തീരെ കഴിക്കാതിരിക്കുക, ഇത് രണ്ടു കൂട്ടർക്കും യോഗം സംഭവിക്കുന്നതല്ല. അതേസമയം യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. യോഗോ ഭവതി, യോഗം സംഭവിക്കുന്നു. ദുഃഖഃ, എങ്ങനെയുള്ളതാണ് ഈ യോഗത്തിൻ്റെ ലക്ഷ്യം തന്നെ എന്താണ്? ആ യോഗം എല്ലാ വിധത്തിലുള്ള ദുഃഖങ്ങൾക്കും അറുതി വരുത്തുന്നതാണ്. നമുക്ക് ദുഃഖങ്ങൾ 3 ഇടങ്ങളിലാണെന്ന് പറയാറുണ്ട്. ഒന്ന് ആദിദൈവികം, ആദിഭൗതികം, ആധ്യാത്മികം. പ്രകൃതി ശക്തിയിൽ നിന്നുണ്ടാവുന്നത്, ചുറ്റുപാടിൽ നിന്നുണ്ടാവുന്നത്, അവനവനിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നത്. ഇതെല്ലാറ്റിനും ഇതിൻ്റെയൊക്കെ തന്നെ അറുതിക്കായിട്ടുള്ളതാണ് ഈ ധ്യാനം. ധ്യാനത്തിൻ്റെ ആ പരിസമാപ്തി എന്ന് പറയുന്നത് പരമമായ സുഖം അല്ലെങ്കിൽ ആനന്ദം, അതാണ്. അപ്പോൾ ഇവിടെ ആഹാരത്തെക്കുറിച്ച് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ആവർത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനൊരു ക്രമം പറയുകയാണെങ്കിൽ, ശരീരത്തിൻ്റെ പകുതി ഭാഗം ആഹാരം കൊണ്ട്, പകുതി ആഹാരം കൊണ്ട് നിറയ്ക്കുക, പിന്നെ 3/4 ഭാഗത്തിൽ അതിൻ്റെ ബാക്കി 3/4 ഭാഗം, 1/3 ഭാഗം, അത് അര കഴിഞ്ഞാൽ പിന്നെയുള്ള 1/4 ഭാഗം വെള്ളം കൊണ്ട് നിറയ്ക്കുക, പിന്നെ 1/4 ഭാഗം വായു സഞ്ചാരത്തിനായിട്ട് വേണം എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രകൃതി ജീവനത്തിലൊക്കെ ആണെങ്കിൽ പറയും, ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കരുത് എന്നൊക്കെ പറയും. ഭക്ഷണത്തിന് മുമ്പ് കുടിച്ചാൽ മതി വെള്ളം, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനെ തോന്നുകയാണ്. അപ്പോൾ കഞ്ഞിയൊക്കെ ആണെങ്കിൽ വെള്ളം മാറ്റി കുടിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ കഴിക്കുന്നതിൽ തന്നെ ജ്യൂസി ആയിട്ടുള്ളത് ഉണ്ടല്ലോ, സൂപ്പ്, അങ്ങനെയുള്ള തുടങ്ങിയിട്ടുള്ള പലതും ഉണ്ട്. ഇപ്പോൾ കറിയാണെങ്കിൽ അത് വെള്ളമാണ്. എന്തായാലും അതിനൊരു പ്രമാണമൊക്കെ പറയും. പൂരയേത് അശനേനാർദ്ധം, പൂരയേത് അശനേന ആർദ്ധം. പൂരയേത്, പൂരിപ്പിക്കണം, അശനേന ഭക്ഷണം കൊണ്ട് പകുതി ഭാഗം, അർദ്ധഭാഗം. പിന്നെയോ തൃതീയം ഉദകേനതു, 1/3 ഉദകം കൊണ്ട്, ജലം കൊണ്ട്. പിന്നെയോ വായോ സഞ്ചാരണാർത്ഥായ ചതുർത്ഥം ഏവ അവശേഷയേത്, പിന്നെ വായുവിന് ആയിക്കൊണ്ട് അത് കയറി ഇറങ്ങി പോവാൻ വേണ്ടിയിട്ട് ബാക്കി ഭാഗം നിലനിർത്തണം എന്നാണ്. ഇതിപ്പോൾ വായുവിനും സ്പേസ് ഇല്ല, വെള്ളത്തിനും ഒന്നുമില്ല, ഫുൾ ഭക്ഷണം തന്നെയാണ്. അങ്ങനെ ആയാൽ പിന്നെ ധ്യാനവും കൂടി ആയാലോ നടക്കില്ല എന്ന് പറയും. പിന്നെ ഉള്ളത് കുംഭകർണ സേവയാണ്, അതാണ് ഒന്ന്. രണ്ടാമത് പറഞ്ഞ ഇവിടെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഈ യുക്താഹാര വിഹാരസ്യ എന്നുള്ളതാണ്. അതിപ്പോൾ ആഹാരം, വിഹാരം, ആഹാരത്തിന് പറയാം ആഹരണം ഇതി എന്നാണ്. ഇത് ആഹാരം. ആഹാരം എന്ന് പറയുന്നത് കേവലം ശാപ്പിടുന്നത് മാത്രമല്ല, എടുക്കുന്നതൊക്കെ, ഇപ്പോൾ കാത് എടുക്കുന്നത്, കണ്ണെടുക്കുന്നത് തുടങ്ങിയിട്ടെല്ലാം അത് ആഹരിക്കുകയാണ്. കേവലം ഭക്ഷണത്തെ മാത്രമല്ല ആഹാരം എന്ന് പറയുന്നത്.
എന്തുകൊണ്ടാണ്? ആഹരണം ഇതി എന്നുള്ള പ്രകാരം ആഹരിക്കുന്നതാണ്, എടുക്കുന്നതാണ്. എന്തൊക്കെ എടുക്കുന്നത്? പഞ്ചേന്ദ്രിയങ്ങളിലൂടെ എടുക്കുന്ന വിഷയങ്ങളൊക്കെ ആഹരണമാണ്. അപ്പോൾ അതെങ്ങനെയായിരിക്കണം? അതൊരു മിതമായിരിക്കണം. അതുപോലെ തന്നെയാണ് യുക്തമായിരിക്കണം എന്ന് പറയാം. അതുപോലെയാണ് വിഹാരം. വിഹാരം എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ്. ആഹരണമിതി എന്ന് പറഞ്ഞതുപോലെ വിഹരണമിതി, വിഹരിക്കുക. അത് ഈ പറഞ്ഞ ശബ്ദസ്പർശ രസരൂപഗന്ധാദികളിലൊക്കെ തന്നെ വിഹരിക്കുന്നതിന് എന്തുണ്ടായിരിക്കണം? അത് യുക്തമായിരിക്കണം, നിയന്ത്രിതമായിരിക്കണം. തീരെ ഇല്ലാതെയാവുക എന്നുള്ളതല്ല. ഇങ്ങനെ യുക്താഹാരസ്യ വിഹാരസ്യ കർമ്മസു യുക്തചേഷ്ടസു, കർമ്മങ്ങളിലും ഇതുപോലെ തന്നെ നടുവൊടിഞ്ഞ് പണിയെടുക്കുക എന്നുള്ളതല്ല, പണിയൊന്നും എടുക്കാതിരിക്കുക എന്നുള്ളതുമല്ല. അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് പറയാം. ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ യുക്ത സ്വപ്നാവബോധസ്യ, ആവശ്യത്തിന് ഉറങ്ങുക. മിനിമം ഒരു ദിവസം ഒരു 4.5 മണിക്കൂറെങ്കിലും നമുക്ക് ഉറക്കം കിട്ടിയിരിക്കണം. അത് 4 മണിക്കൂർ ഡീപ്പ് സ്ലീപ്പ് ആണെങ്കിൽ വളരെ നല്ലത്. അപ്പോൾ ഒരു 5 മണിക്കൂർ ആവാം. അത് ഓരോരുത്തരുടെ ഒരു ശരീരപ്രകൃതിക്കൊക്കെ അനുസരിച്ചാണ്. ചിലർക്ക് അതൊക്കെ അങ്ങനെയൊക്കെ ഉറങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കാൻ തന്നെ പറ്റുന്നതല്ല. പിന്നെ എന്താ, ഫുൾ ഉറക്കം തന്നെയാണ്. ചിലരെക്കുറിച്ച് പറയുക എന്താണെന്നറിയോ, അയാൾ ഉറങ്ങാറേ ഇല്ല, അങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുക, ഒക്കെ എന്തോ അസുഖമുണ്ട്. അല്ലാതെ വേറെ അതിനെ മഹത്വവൽക്കരിക്കേണ്ടതൊന്നുമല്ല. അത് ആരെക്കുറിച്ച് പറഞ്ഞാലും ഉറങ്ങാറില്ല, 1 മണിക്കൂറേ ഉറങ്ങാറുള്ളൂ, അയാൾക്ക് എന്തോ കുഴപ്പമുണ്ട്. അതാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അത്ര വിശ്രമം കിട്ടിയാൽ പോരാ. മിനിമം ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ ആവശ്യമുണ്ട്. അത് പ്രായത്തിനൊക്കെ അനുസരിച്ച് കൂടിയും കുറഞ്ഞും ഇരിക്കും. പിന്നെ ചെയ്യുന്ന ജോലികൾക്കനുസരിച്ചിരിക്കും. നല്ല അധ്വാനമൊക്കെ ഉള്ളതാണെങ്കിൽ നല്ല റെസ്റ്റ് വേണം. അപ്പം എന്തായാലും ഇവിടെ യുക്ത സ്വപ്നാവബോധസ്യ, ക്രമമായിട്ടുള്ള ഉറക്കവും അതുപോലെ തന്നെ അതിൻ്റെ ഉണർച്ചയും, ഇതുള്ളവന് ദുഃഖ യോഗ ഭവതി, ദുഃഖത്തിൻ്റെ എല്ലാറ്റിൻ്റെയും പരിസമാപ്തിക്കുതകുന്ന ആ യോഗം സംഭവിക്കുന്നു. ഇത്ര വരെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. തുടർന്ന് യഥാ വിനിയതം ചിത്തം ആത്മന്യേവാവതിഷ്ഠതേ നിസ്പൃഹ സർവകാമേഭ്യോ യുക്ത ഇത്യുച്യതേ തഥാ. തുടർച്ചയായിട്ട് ഇനി അങ്ങോട്ടേക്ക് ഇങ്ങനെ ആശയങ്ങളുടെ തുടർച്ചയാണ്. എന്താണ്? യഥാ വിനിയതം ചിത്തം, യഥാ എപ്പോഴാണോ, വിനിയതം നിയന്ത്രിതമാർന്ന അടക്കം വന്ന, എങ്ങനെ? പൂർവാഭ്യാസം കൊണ്ട് തന്നെ, പരിശീലനം കൊണ്ട്. എങ്ങനെയാണ് അടക്കം വരുന്നത്? നേരത്തെ പറഞ്ഞു, മനസ്സിങ്ങനെ ചാടിക്കളിക്കും, പലയിടത്തേക്കൊക്കെ പോവും, അതിനെ പിടിച്ച് കൊണ്ടുവരിക. പോയാൽ പോട്ടെ, കുഴപ്പമൊന്നുമില്ല. അഭ്യാസേനതു, ഭഗവാൻ മുന്നിലേക്ക് വരുമ്പോൾ പറയും, അഭ്യാസേനതു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ. ഇതുകൊണ്ട് അങ്ങോട്ട് തീരാനൊന്നും പോകുന്നില്ല. അപ്പോൾ അടക്കിയ നിയന്ത്രിതമാർന്ന ചിത്തം, മനസ്സ്, ആത്മനിയേവ അവതിഷ്ഠതേ, ആത്മനിയേവ അവനവനിൽ തന്നെ, പുറത്തല്ല, ആ ബോധത്തിൽ എന്താണ്? അവതിഷ്ഠതേ, എപ്പോഴാണോ അത് ഉറച്ചു നിൽക്കുന്നത് ആ സമയത്ത്, തഥാ ആ സമയത്താണ് സർവകാമേഭ്യ നിസ്പൃഹ യുക്ത ഇതി ഉച്യത്തെ. അപ്പോൾ സർവകാമേഭ്യ, ചിത്തം, അന്ധകരണ വൃത്തി, ചിത്തം എന്ന് പറഞ്ഞാൽ അത് പുറത്തേക്ക് പോകാതെ, മനസ്സ് പുറത്തേക്ക് പോകാതെ ആ സ്വരൂപത്തിലേക്ക് അത് അമർന്നിരിക്കുന്നത്, ആ സമയത്ത് ബാഹ്യമായ വിഷയങ്ങളിൽ നിന്ന്, എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞവനാ. അതുകൊണ്ട് തന്നെ സർവകാമേഭ്യ നിസ്പൃഹ, എല്ലാ കാമ്യ വിഷയങ്ങളിൽ നിന്നും ഇച്ഛ വിട്ടവനായി,
യുക്ത ഇതി ഉച്യതേ, ആ യോഗസിദ്ധിയെ പ്രാപിച്ചവനായി തീരുന്നു. അപ്പം അത് വിട്ടാൽ മാത്രം. അപ്പം ഈ ധ്യാനം എന്തിനാണ് ഗീത ക്ഷമിക്കണം ഗീത ധ്യാനത്തെ അവതരിപ്പിക്കുന്നത്? ഭഗവത്ഗീത 6-ാം അധ്യായം ധ്യാനയോഗത്തിൽ പറയുന്നത്, നിങ്ങളുടെ മറ്റെന്തെങ്കിലും വിധത്തിലുള്ള കാര്യസിദ്ധിക്കോ, ഇതാണ് കാര്യസിദ്ധി. ഇതിൽ പറയുന്നുണ്ടല്ലോ, എന്താണ്? നമ്മുടെ എല്ലാ വിധത്തിലുള്ള അലട്ടലുകളും അലച്ചിലുകളും ദുഃഖങ്ങളും ഒക്കെ തീർക്കാനുള്ളതാണ്. പക്ഷെ നമ്മളിത് കേൾക്കുന്നത് അങ്ങനെയല്ല. നമ്മളിത് ധ്യാനം പ്രഷർ കുറയ്ക്കാൻ നല്ലതാണ്, ഷുഗർ കുറയ്ക്കാൻ നല്ലതാണ്, ഡയബറ്റിക് ധ്യാനം, ആ ധ്യാനം, ഈ ധ്യാനം എന്നൊക്കെ പറഞ്ഞ പല ധ്യാനങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് നമുക്ക് നല്ല ആലോചന വേണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു ദിശാബോധം തരുന്നതാ. യഥാ വിനിയതം ചിത്തം ആത്മന്യേവാവതിഷ്ഠതേ നിസ്പൃഹ സർവകാമേഭ്യോ യുക്ത ഇത്യുച്യതേ തഥാ. അപ്പോഴാണ് അയാൾ യുക്തൻ എന്ന അവസ്ഥയെ അതുമായി സാമ്യപ്പെടുന്നത്. അതിന് ഒരു ലക്ഷണം പറയുക. ഒരു ധ്യാനിക്കുന്ന ഒരു യോഗി എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഉണ്ടാവും എന്ന് പറയാം. യഥാ ദീപോ നിവാദസ്ഥഃ നേംഗതേ സോമപാസ്മൃത യോഗിനോ യദചിത്തസ്യ യുഞ്ജതോ യോഗമാത്മന. യഥാ ദീപോ നിവാദസ്ഥഃ ന ഇംഗതേ സോപമാസ്മൃത യോഗിനോ യദചിത്തസ്യ യുഞ്ജതോ യോഗമാത്മന. യഥാ നിവാദസ്ഥഃ ദീപഃ ന ഇംഗതേ. യഥാ എപ്രകാരമാണോ നിവാദസ്ഥഃ, നിവാദം എന്ന് പറഞ്ഞാൽ കാറ്റ്, വാദം, നിവാദം കാറ്റില്ലാത്തടത്ത് ദീപം ന ഇംഗതേ ഇളകാതിരിക്കുന്നത്. ഇപ്പം ഈ കുഴൽ വിളക്ക് അത് നോക്കിയാൽ മതി. കുഴൽ വിളക്കിൽ ആ തിരി കൃത്യമായിട്ട് തിരി വെച്ചിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ദീപത്തിന് യാതൊരു വിധത്തിലുള്ള ഇളക്കവും ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആ കുഴൽ കാറ്റിനെ തടഞ്ഞു നിർത്താൻ സാധിക്കുന്നതാണ്. പിന്നെ അതിനകത്ത് എന്ന് പറയുന്നത് കാറ്റിന് വരാൻ സാധിക്കില്ല, വായു ഉണ്ടാവും. അപ്പം അങ്ങനെ നിശ്ചലനായി നിൽക്കുന്ന ദീപം കണക്കെ നൈംഗതേ ഇളകാതെ എങ്ങനെയാണോ ഇരിക്കുന്നത് തഥാ അതുപോലെ യോഗം യുഞ്ചതഃ യോഗത്തെ പ്രാപിച്ചവനായിട്ടുള്ള, യോഗത്തോട് ആരാണോ ചേർക്കപ്പെട്ടിട്ടുള്ളത്, യുജിര് സമാധൗ യുജിര് മേളനെ എന്ന ധാതുവിൻ്റെ ലക്ഷ്യാർത്ഥത്തിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്, അങ്ങനെ ആ സമയത്ത് അങ്ങനെയുള്ള ആൾ അവൻ്റെ യഥചിത്തസ്യ യോഗിനഃ ആ ചിത്തത്തെ നിയന്ത്രിച്ചിട്ടുള്ള, മനസ്സിനെയൊക്കെ നിയന്ത്രിച്ച ആൾ. പിന്നെ മനസ്സിങ്ങനെ ദീപം കാറ്റത്ത് ഇളകുന്നത് പോലെയാണോ എന്ന് ചോദിച്ചാൽ അല്ല. എല്ലാറ്റിനെയും ഉൾവലിച്ച് തന്നെ താനിങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണോ ഒരു വിളക്ക്, അതിൻ്റെ ദീപം ഒരു തരത്തിലുള്ള ഇളക്കവും കൂടാതെ നിശ്ചലമായിക്കൊണ്ട് ഇങ്ങനെ കത്തുന്നത്. അതുപോലെ യഥചിത്തസ്യ യോഗിനഃ ആത്മനഃ ആ യോഗിയുടെ ആത്മാവിന് സാ ഉപമാസ്മൃത. അതാണ് ഒരു ഉപമ നിർദ്ദേശിക്കാനുള്ളത്. ഒരു ഉപമയായിട്ട് മുന്നിലേക്ക് വയ്ക്കാനുള്ളത് ഇതാണ് എന്ന് പറയുക. അപ്പോൾ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാവും. അത് പുറത്തുനിന്നൊക്കെ ആർക്കെങ്കിലുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഒരു ദീപം പോലെ ഇങ്ങനെ ഉണ്ടാവും. എങ്ങനെയുള്ള ദീപം? ഇളകാത്ത ദീപം പോലെ
നമ്മളെ ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുക. ആ ധ്യാന മധുരിമ നുകർന്നുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് 3 ശ്ലോകങ്ങൾ, 3 4 ശ്ലോകങ്ങൾ ഒരുമിച്ചാണ് ഇതിൻ്റെ സാരം പറഞ്ഞിരിക്കുന്നത്. അതിനെ അന്വയിപ്പിക്കേണ്ടത് ഇതൊക്കെയാണ്. യത്രോ പരമതേ ചിത്തം നിരുദ്ധം യോഗസേവയാ യത്ര ചൈവാത്മനാത്മാനം പശ്യന്നാത്മനി തുഷ്യതി സുഖമാത്യന്തികം യത്തത് ബുദ്ധിഗ്രാഹ്യമതീന്ദ്രിയം വേത്തി യത്ര ന ചൈവായം സ്ഥിതശ്ചലതി തത്വതഃ യം ലബ്ധ്വാ ചാപരം ലാഭം മന്യതേ നാധികം തതഃ യസ്മിൻ സ്ഥിതോ ന ദുഃഖേന ഗുരുണാപി വിചാല്യതേ തം വിദ്യാ ദുഃഖസംയോഗ വിയോഗം യോഗസംജ്ഞിതം സ നിശ്ചയേന യോക്തവ്യോ യോഗോ നിർവിണ്ണചേതസാ. ഇത്രയും ശ്ലോകങ്ങൾ അതൊരു ആശയം ഒറ്റയടിക്ക് പറഞ്ഞു പോവുക. എന്താണ്? എത്ര യോഗസേവയാ നിരുദ്ധം ചിത്തം ഉപരമതേ, എത്ര ഉപരമതേ ചിത്തം നിരുദ്ധം യോഗസേവയാ, എത്ര എവിടെ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ യാതൊരവസ്ഥയിൽ, അങ്ങനെ ആ ഇളകാത്ത ദീപം പോലെ നിലകൊള്ളുന്ന ആ അവസ്ഥയിൽ യോഗസേവയാ നിരുദ്ധം ചിത്തം ഉപരമതേ, ആ യോഗസേവ കൊണ്ട്, അതാണ് യോഗാഭ്യാസം. ഏത് പുറത്തുള്ള മറ്റേ യോഗയല്ലേ, ഈ ആവർത്തിച്ചുള്ള ഈ പരിശീലനത്തിലൂടെ എങ്ങനെയാണോ ഇളകാത്ത ദീപം കണക്കെ ആയിത്തീരുന്നത്, ആ യോഗ ശീലം കൊണ്ട്, സേവ കൊണ്ട് നിരുദ്ധം ചിത്തം ഉപരമതേ, എങ്ങനെയാണോ നിരുദ്ധമായിട്ടുള്ള മനസ്സ് ആ ശാന്തിയെ, പ്രശാന്തിയെ അനുഭവിക്കുന്നത്. എത്ര ആത്മന ആത്മാനം പശ്യന്, എത്ര എവിടെ ഏതവസ്ഥയിലാണോ ആത്മന ആത്മാനം, ആത്മാവ് കൊണ്ട് ആത്മാവിനെ, ആത്മാവ് കൊണ്ട് ആത്മാവിനെ തളർത്തുന്ന സമയത്ത് നീയാണ് നിന്റെ ശത്രു, ആത്മാവിനെ ആത്മാവ് കൊണ്ട് ഉയർത്തുമ്പോൾ നീയാണ് നിന്റെ മിത്രം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ആത്മന ആത്മാനം ന ആത്മാനം അവസാദേ എന്നൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പം ഇവിടെ ഈ ജ്ഞാനം ആർജിച്ചിട്ടുള്ള മനസ്സുകൊണ്ട്, ബുദ്ധി കൊണ്ട് അതിനെ അറിയാൻ ശ്രമിക്കുന്ന, അതിനോട് സാമ്യപ്പെട്ട് കഴിയുന്ന, അതുമായി സഹവർത്തിത്വത്തിലാവുന്ന ആ വേളയിൽ, അത് ആ പലതില്ലാതെ ഒന്നാവുന്ന ആ നിമിഷത്തിൽ അതിന് പറയാം ആത്മന ആത്മാനം പശ്യന്, ഞാൻ എന്നെ കാണുന്നു. കാണുക എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് എന്നല്ല, അനുഭവമാണ് ഇവിടെ പശ്യൻ എന്ന് പറയുന്നത്. ആഹരതി എന്ന് പറഞ്ഞതുപോലെ മനസ്സിലാക്കുക. അങ്ങനെ പശ്യന് കാണുന്നത്, ആത്മനി ഏവ തുഷ്യതി, അവനിൽ തന്നെ അവൻ സന്തോഷിക്കുന്നത്. ഇതരങ്ങളായിട്ടുള്ള ഒന്നിൻ്റെയും പരസഹായം ഒന്നും കൂടാതെ, ഇതിനാണ് അപരോക്ഷജ്ഞാനം എന്ന് പറയാം. തുടർന്ന് സുഖമാത്യന്തികം യത്തത് ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം വേത്തി എത്ര ന ച ഏവ അയം സ്ഥിതഃ ചലതി തത്വതഃ. അതീന്ദ്രിയം ബുദ്ധിഗ്രാഹ്യം ആത്യന്തികം ച യത് സുഖം. എന്തൊക്കെയാണ് അതീന്ദ്രിയം? ഇത് ഇന്ദ്രിയാതീതമാണ്. മറ്റതൊക്കെ നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുന്നതാണ്. ശബ്ദം, സ്പർശം, രസം, രൂപം, ഗന്ധം. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇതെന്താണ്? ഇന്ദ്രിയാതീതമാണ്.
ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുന്ന ഏത് സുഖങ്ങളാണെങ്കിലും അതിനെന്തുണ്ട്? തുടക്കവും ഒടുക്കവുമുണ്ട്. ആത്യന്തവന്ത കൗന്ദേയ, അതിനെന്തുണ്ട്? ആദിയുമുണ്ട്, അന്തവുമുണ്ട്. ഇത് ആദിയും അന്തവും ഉള്ളതാണോ? അല്ല. ഇതാണ് നമ്മുടെ സ്വരൂപം. പക്ഷെ ഇതാണ് നമ്മുടെ സ്വരൂപമെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല, അറിയുന്നില്ല, വിസ്മരിച്ചിരിക്കുകയാണ്. അല്പമെങ്കിലും അറിയുന്നത് പൂർണ്ണ നിദ്രയിലാണ്. അപ്പം നമ്മൾ ബോധപൂർവം അറിയുന്നില്ല ഞാനിതാ ഈ സുഖത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന്. അബോധപൂർവം. പിന്നെ ഉണർന്നു കഴിഞ്ഞാലാണ് നമ്മൾ സുഖമായി ഉറങ്ങി എന്നൊക്കെ പറയുന്നത്. ശ്രദ്ധിക്കുക. അപ്പം ഇവിടെ പറയുന്നത് അതീന്ദ്രിയം, ഇന്ദ്രിയ വിഷയങ്ങൾക്ക് ഇന്ദ്രിയങ്ങളിലൂടെ അറിയുന്നതല്ല അത്. ബുദ്ധിഗ്രാഹ്യം, ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാവുന്നതാണത്. അതേസമയം ആത്യന്തികം ച, അതിന് ആദിയുണ്ടോ അന്തമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാത്തതാ, അവധിയില്ലാത്തതാ. അങ്ങനെ ആ അവധിയില്ലാത്ത യത് സുഖം, യാതൊരു സുഖമുണ്ടോ, ഇവിടെ സുഖം എന്ന് പറയുമ്പം ആനന്ദം. തത് യത്ര, അതിനെ യത്ര, ഏതവസ്ഥയിലാണ്, അയം വേത്തി, ആരെ ഈ അയം വേത്തി എന്ന് പറഞ്ഞാൽ, അയം എന്ന് പറഞ്ഞാൽ ഇവൻ, അതാരാ? യോഗിയാവാം, സന്യാസിയാവാം, ആരോ ആവാം. ആരാണ് ഇതിന് പ്രയത്നം ചെയ്യുന്നത്? അവൻ ഈ പേരുകളൊക്കെ, വിശേഷണങ്ങളെല്ലാം ചേരുന്നതാണ്. ആ അയം വേത്തി, അവൻ അറിയുന്നുവോ, എത്ര, ഏതൊരവസ്ഥയിലാണ് സ്ഥിത, ആ ദീപം കണക്കെ എങ്ങനെ ഉറച്ചിരിക്കുന്നത്, തത്വതഃ ന ചലതിയേവ, ആ പരമാർത്ഥത്തിൽ നിന്ന് എന്തില്ല, ന ചലതി, ചലിക്കുന്നില്ലയോ. അങ്ങനെ ഉള്ള അവസ്ഥയിൽ, അതാണ് തുടർന്ന് വരുന്ന ഈ ശ്ലോകങ്ങൾ ഒരുമിച്ചാണ് അന്വയിപ്പിക്കേണ്ടത്, അർത്ഥം പറയേണ്ടത് എന്ന് പറഞ്ഞത്. യം ലബ്ധ്വാ ചാപര, 22ാമത്തെ ശ്ലോകത്തിൽ, യം ലബ്ധ്വാ ചാപരം ലാഭം മന്യതേ നാധികം തതഃ യസ്മിൻ സ്ഥിതോ ന ദുഃഖേന ഗുരുണാപി ന വിചാല്യതേ. യത്ര, വീണ്ടും യം, യാതൊന്നിനെ എന്ന് പറയുമ്പോൾ യാതൊരു ആത്മസാക്ഷാത്കാരത്തെ തന്നെ സാക്ഷാത്കരിക്കുന്നതിലൂടെ, ആ യം ലബ്ധ്വ, യാതൊന്നിനെ ലഭിച്ചാൽ, തത് അപരം അധികം ലാഭം ന മന്യതേ, അതിനേക്കാൾ മറ്റൊന്നിനെ വലുതായിട്ട് അനുഭവിക്കണം എന്ന തോന്നൽ ഇല്ലാതെ, ഇതിനെയാണ്, അതുകൊണ്ടാണ് ഉപനിഷത്തിൽ സാ കാഷ്ട സാ പരാഗതി എന്ന് പറഞ്ഞത്. ഇത് അനുഭവിച്ചാൽ പിന്നെ മറ്റൊന്നില്ല. പറയുന്നു തഥ അപരം അധികം ലാഭം ന മന്യതേ, ഇതിനേക്കാൾ വലുത് മറ്റൊന്നുണ്ട് എന്ന് കരുതാതിരിക്കുന്നത് എപ്രകാരമോ. ഇപ്പം ഇവിടെ സ്വരൂപ ജ്ഞാനത്തെയാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ എന്നെ അനുഭവിക്കുന്നത്. അപ്പം ഞാൻ എന്നെ അനുഭവിക്കുന്ന ഈ അനുഭവത്തെ അനുഭവിച്ചു കഴിഞ്ഞാൽ, ഈ അനുഭവത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനുപരിയായി എന്തെങ്കിലും മറ്റൊന്നുണ്ട് എന്ന് ഇല്ല എന്ന് പറയും. ഇതിൻ്റെ താഴെയുള്ളൂ ബാക്കി എല്ലാ അനുഭവങ്ങളും. അപ്പോൾ ഇവിടെ അത് പറയുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ സ്വരൂപജ്ഞാനമാണ്. ഈ ജ്ഞാനത്തെ തന്നെയാണ് ഭക്തിസൂത്രത്തിൽ നാരദർ പറയുമ്പോൾ ഇതുപോലെയാണ് പറയണത്. എന്താ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയണത്? അതാതോ ഭക്തിം വ്യാഖ്യാസ്യാമഹ, ഞങ്ങൾ ഭക്തിയെ വ്യാഖ്യാനിക്കാം എന്ന് പറയാം. ഓ ശരി, വ്യാഖ്യാനിച്ചോളൂ. എന്താണ്? സാത്തു അസ്മിൻ പരമപ്രേമരൂപ, സാത്തു അതാകട്ടെ, പരമപ്രേമരൂപ, പരമമായ പ്രേമത്തോട് കൂടിയിട്ടുള്ളതാണ്. പരമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശകാല വസ്തു പരിമിതി ഇല്ലാത്തത്. എവിടെ? തു അസ്മിൻ, അവനവനിൽ. അപ്പം അവനവനിലെ ഈ ദേശകാല വസ്തു പരിമിതിയൊക്കെ അതിവർത്തിച്ച് നിൽക്കുന്ന അതേതാണ്? ബോധത്തെ തന്നെയാണ് അവിടെ പറയുന്നത്. സാത്തു അസ്മിൻ പരമപ്രേമരൂപ. അതിൻ്റെ സ്വരൂപത്തെ പറയുമ്പോൾ പറയും അമൃതസ്വരൂപാച്ച, അത് മരണമില്ലാത്തതാണ്. അപ്പം അതിനെ കിട്ടിയാലോ? നാരദർ പറയുന്നതാണ് ഇവിടെയും ഭഗവാൻ പറയുന്നത്. യൽ ലബ്ധ്വാ പുമാൻ സിദ്ധോ ഭവതി തൃപ്തോ ഭവതി അമൃതോ ഭവതി.
ന കിഞ്ചിത് വാഞ്ചതി യല്ലബ്ധ്വാ പുമാൻ സിദ്ധോ ഭവതി അമൃതോ ഭവതി തൃപ്തോ ഭവതി. യാതൊന്ന് കിട്ടിയാൽ അവന് കിട്ടേണ്ടതെല്ലാം കിട്ടിയതായിത്തീരുന്നുവോ, മരണമില്ലാത്ത അമൃതാവസ്ഥയെ പ്രാപിക്കുന്നുവോ. ന കിഞ്ചിത് വാഞ്ചതി, വേറെ എന്തെങ്കിലും വേണമെന്ന ആഗ്രഹം ഉണ്ടാകുന്നില്ലയോ. ഇതാണ് അവിടെ ലക്ഷണം പറയുമ്പോൾ പറയുക. അപ്പോൾ ഈ ഭക്തി എന്ന് പറയുന്നത് തന്നെയല്ലേ ജ്ഞാനം? അതെ. ഈ രണ്ടായിട്ട് പറയുന്നത് ആരാണ്? ഭഗവാൻ തന്നെ പറഞ്ഞു, ബാലാഹ പ്രവദന്തി, പിള്ളേർ പറയുന്നതാണ്, ജ്ഞാനികൾ പറയില്ല, അറിഞ്ഞവർ അത് പറയുന്നില്ല എന്ന്. അപ്പോൾ ഇവിടെ വരുമ്പോൾ വീണ്ടും അതിനെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ എം ലബ്ധ്വ, അത് ലഭിച്ചു കഴിഞ്ഞാൽ അധികം ലാഭം ന മന്യതേ, മറ്റൊന്നും വേണ്ട. ഇത് കിട്ടാതിരിക്കുന്നിടത്തോളം കാലം നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഇതിനു വേണ്ടിയാണ് ഓടുന്നത്. യസ്മിൻ സ്ഥിതഃ, യാതൊന്നിൽ സ്ഥിതി ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ, ഇതിനാണ് സ്വസ്ഥത എന്ന് പറയുന്നത്. സ്വസ്ഥത എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ശരിക്കും സ്വസ്മിൻ സ്ഥീയതേ ഇതി ഭാവഃ, ഞാൻ എന്നിൽ ഇരിക്കുകയാണ്. ഒരു സ്വസ്ഥതയില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ മറ്റു പലയിടത്തും ഇരിക്കുന്നത് കൊണ്ടാണ്. ഈ എൻ്റെ സ്വസ്ഥത ഇല്ലാതെയാക്കുന്നത് ആരാ? ഭാര്യയോ ഭർത്താവോ കുട്ടികളോ വീട്ടുകാരോ നാട്ടുകാരോ ആണോ? അല്ല, ഞാൻ തന്നെയാണ്. ഞാൻ അതിലും ഇതിലൊക്കെ പോയി ഇരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അവനവന് ഇരിക്കേണ്ടടുത്ത് അവനവന് ഇരുന്നിട്ടില്ലേ, അവിടെ ആരോ കയറി ഇരിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ്. അപ്പം സ്വസ്മിൻ സ്ഥീയതേ ഇതി ഭാവഃ, ഞാനായിട്ടിരിക്കുക. അപ്പം ഇവിടെ എന്താണ്? യസ്മിൻ സ്ഥിതഃ, യാതൊന്നിൽ സ്ഥിതി ചെയ്യുന്നുവോ. പിന്നെ എന്താണ്? ഗുരുണ ദുഃഖേന അഭി ന വിചാല്യതേ. ഗുരുണ എന്ന് പറഞ്ഞാൽ മറ്റേത് ലഘു ആണെങ്കിൽ ഇത് ഗുരുവാണ്. ഗുരു എന്ന് പറഞ്ഞാൽ ഏറ്റവും കഠിനമാർന്ന, അതേതോ ആവട്ടെ, ഈ പറഞ്ഞ ആദിദൈവികമോ ആദിഭൗതികമോ ആധ്യാത്മികമോ ഏത് ഗണത്തിൽപ്പെടുന്നതാണെങ്കിലും ഇതെല്ലാം കൂടെ ചേർന്നതാണെങ്കിലും ന വിചാല്യതേ, ഒരല്പം പോലും നമ്മെ ചലിപ്പിക്കാൻ ഉലയ്ക്കാൻ സാധിക്കില്ല എന്ന് പറയാം. കാരണം എന്താണ്? ഞാൻ ആ നിത്യമാണ്. നിത്യോഹം നിരവധ്യോഹം നിരാകാരോഹമേവ ച. ഇതാണ് ഞാൻ. എന്താണ്? ആ നിത്യമാണ്. ഒന്നിനാലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിമിതിയും ഏൽക്കാത്തവനാണ്. ഇതിലങ്ങനെ അമർന്നിരിക്കുക. ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. അതിൽ വാഴ്ന്ന് സുഖമായിട്ടിരിക്കുക. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ. അപ്പം ദുഃഖേന അഭി ന വിചാല്യതേ, ഇളക്കാൻ പറ്റുന്നില്ല. തം വിദ്യാത് ദുഃഖ സംയോഗ വിയോഗം യോഗ സംജ്ഞിതം സ നിശ്ചയേന യോക്തവ്യഃ യോഗോ അനിർവിണ്ണ ചേതസ. ദുഃഖ സംയോഗ വിയോഗം തം, ആ ദുഃഖ സംയോഗം, അതിൽ നിന്നുള്ള വിയോഗം എന്താണ്? ദുഃഖം സംബന്ധമായി അതിൽ നിന്ന് വേർപെട്ടിട്ടുള്ള തം, അതിന് യോഗസംജ്ഞിതം, യോഗം എന്ന സംജ്ഞയോടുകൂടി, യോഗം എന്ന പേരോടുകൂടി വിദ്യാത്, അറിയണം. അപ്പം യോഗം എന്നതിന് ഭഗവാൻ ഇവിടെ കുറച്ചുകൂടെ വ്യക്തതയാർന്ന ഒരു വിശദീകരണം നൽകുക. എന്താണ് യോഗം എന്ന് പറഞ്ഞാൽ? ദുഃഖ സംയോഗ വിയോഗം യോഗം ഇതി ഉച്യതേ. ദുഃഖ സംയോഗത്തിൽ നിന്നുള്ള വിയോഗത്തെയാണ് ഇവിടെ യോഗം എന്ന് പറയുന്നത്. അപ്പം ചേർച്ചയാണ്. യുജിര് സമാധവ് യുജിര് മേളനെ എന്നുള്ള ധാതു അർത്ഥം കൊണ്ട് അർത്ഥമാക്കുന്ന അതാണ്. അപ്പോൾ ഇവിടെ ഏതുമായിട്ട് ചേരുന്നില്ല, ഈ പറഞ്ഞ ഏടാകൂടങ്ങളോട് ചേർന്ന് നിൽക്കുന്നതല്ല, സ്വരൂപത്തിൽ അങ്ങനെ അമർന്നിരിക്കുക. അതിനെ യോഗം എന്നറിയണം. സഹയോഗ, ആ യോഗം നിശ്ചയേന, നല്ല ഉറപ്പോടുകൂടി നിശ്ചയത്തോടുകൂടി, അനിർവിണ്ണ ചേതസ യോക്തവ്യ,
മനസ്സിന് ഏതെങ്കിലും തരത്തിലുള്ള ചാഞ്ചല്യങ്ങളൊന്നും കൂടാതെ, മനസ്താപം കൂടാതെ, ഒരു തരത്തിലുള്ള വിമുഖതയും കാണിക്കാതെ അതിൽ വ്യാപരിക്കേണ്ടതാണ്. യോക്തവ്യ, അതിനെ ആവർത്തിച്ച് അഭ്യസിച്ച് പരിശീലിച്ച് അനുഭവപ്പെടുത്തേണ്ടതാണ്. അർജുന, നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളകരുത് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇത്രയും പറഞ്ഞിട്ട് ഇനി വരുന്ന ഭാഗം വളരെ ഗംഭീരമായിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ്, ശ്ലോകങ്ങളാണ്. ധ്യാനത്തിൻ്റെ കുറേയും കൂടെ ആഴങ്ങളിലേക്ക് പോവുകയാണ്. നമുക്ക് നാളെ കാണാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.